ലോഗോസ് ക്വിസ് 2024 ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ വീഡിയോയിൽ ന്യായാധിപന്മാർ 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിലെ പൂരിപ്പിക്കാനുള്ള 25 ചോദ്യോത്തരങ്ങൾ ആണ് ഉള്ളത്. നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ചോദ്യം 1. ദാഷ് പറഞ്ഞു, യൂദ ആദ്യം പോകട്ടെ, ഇതാ ഞാൻ ആ ദേശം അവന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഉത്തരം കർത്താവ്. ചോദ്യം 2. യൂദാ ഗോത്രം നെഗബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന ഡാഷ് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഉത്തരം കാനാന്യരോട്. ചോദ്യം 3. ഡാഷിൻ്റെ പഴയ പേര് കിര്യാത്ത് സേഫർ എന്നായിരുന്നു. ഉത്തരം ദബീറിൻ്റെ പഴയ പേര്. 4-ാം ചോദ്യം. ഡാഷ് അവൾക്ക് മലയിലും താഴ്വരയിലും നീർച്ചാലുകൾ വിട്ടുകൊടുത്തു. ഉത്തരം കാലബ്. ചോദ്യം 5. ഡാഷ് ഹാർ ഹെറൈസിലും അയ്യാലോണിലും ഷാൽബീമിലും താമസം തുടർന്നു. ഉത്തരം അമോര്യർ. ചോദ്യം 6. അവർ നിങ്ങളുടെ എതിരാളികളായി തീരും. ഡാഷ് നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും. ഉത്തരം അവരുടെ ദേവന്മാർ. ചോദ്യം 7. അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ഡാഷ് സേവിച്ചു. ഉത്തരം ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. ചോദ്യം. ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ ഡാഷ് അവർ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരുന്നു. ഉത്തരം കർത്താവ്. ചോദ്യം 9. ഡാഷ് മരിക്കുമ്പോൾ അവർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും. ഉത്തരം ന്യായാധിപന്മാർ. ചോദ്യം 10. ഡാഷ് കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചു. ഉത്തരം ഇസ്രായേൽ ജനം. ചോദ്യം 11. ഏഹൂദ് ഡാഷ് ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ചു. ഉത്തരം 1 മുഴം നീളമുള്ള ഇരുവായ്ത്തല വാൾ. ചോദ്യം 12. സിസേറയ്ക്ക് ഡാഷ് ഇരുമ്പു രഥങ്ങൾ ഉണ്ടായിരുന്നു. ഉത്തരം 900. ചോദ്യം 13. ഹേബറിൻ്റെ ഭാര്യ ജായേൽ കൂടാരത്തിൻ്റെ ഡാഷ് എടുത്ത് സാവധാനം അവൻ്റെ അടുത്തു ചെന്നു. ഉത്തരം ഒരു മരയാണിയും ചുറ്റികയും എടുത്ത്. ചോദ്യം 14. ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു. ഡാഷ് കർത്തൃസന്നിധിയിൽ വിറപൂണ്ടു. ഉത്തരം പർവ്വതങ്ങൾ. ചോദ്യം 15. ഡാഷ് നീ ഇസ്രായേലിൽ മാതാവായിത്തീരും വരെ അവിടെ കൃഷിവലർ അറ്റുപോയിരുന്നു. ഉത്തരം ദെബോറ. ചോദ്യം 16. ഡാഷ് ചോദിച്ചു, പ്രഭോ കർത്താവ് ഞങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ഉത്തരം ഗിദെയോൻ. ചോദ്യം 17. മിദിയാൻകാരും അമലേക്യരും പൗരസ്ത്യരും ഒന്നിച്ചുകൂടി ഡാഷ് താഴ്വരയിൽ താവളമടിച്ചു. ഉത്തരം ജോർദാൻ കടന്ന് ജസ്രയേൽ താഴ്വരയിൽ. ചോദ്യം 18. അതുകൊണ്ട് ഡാഷ് വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയണം. ഉത്തരം ഭയന്നു വിറയ്ക്കുന്നവർ. 19-ാം ചോദ്യം. പാളയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി ഡാഷ് എന്ന് ഉദ്ഘോഷിക്കണം. ഉത്തരം കർത്താവിനും ഗിദെയോനും വേണ്ടി എന്ന്. ചോദ്യം 20. ഡാഷ് 15,000-ഓളം ഭടന്മാരോടുകൂടെ കാർക്കോറിൽ താവളമടിച്ചിരുന്നു. ഉത്തരം സേബായും സൽമുന്നായും. ചോദ്യം 21. ഡാഷ് ഇസ്മായേലിയരായിരുന്നതിനാൽ അവർക്ക് സ്വർണ്ണകുണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഉത്തരം മിദിയാൻകാർ. ചോദ്യം 22. സ്വന്തം സഹോദരന്മാരും ജെറുബ്ബാലിൻ്റെ മക്കളുമായ 70 പേരെയും ഡാഷിൽ വെച്ച് കൊന്നു. ഉത്തരം ഒരേ കല്ലിൽ വെച്ച്. ചോദ്യം 23. ഡാഷ് സഹോദരനായ അബിമെലക്കിനെ ഭയന്ന് പലായനം ചെയ്തു. ഉത്തരം
യോത്താം. ചോദ്യം 24. ഷെക്കമിലെ ഗോപുരവാസികൾ ഇത് കേട്ടപ്പോൾ ഡാഷ് കോട്ടയിൽ കടന്നു. ഉത്തരം എൽ ബെറീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിൽ. ചോദ്യം 25. ജായീർ മരിച്ച് ഡാഷിൽ അടക്കപ്പെട്ടു. ഉത്തരം കാമോനിൽ. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ദൈവവചനം നിറവേറും എന്ന വിശ്വാസം മറിയം ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ഇക്കാരണത്താൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും സംശുദ്ധമായ സാക്ഷാത്കാരമായി മറിയത്തെ സഭ വണങ്ങുന്നു. CCC 149. അനിശ്ചിതത്വം നിറഞ്ഞ ആകുലതയുടെ കാലങ്ങളിൽ സഭ ഏറ്റവും സന്നദ്ധതയുള്ള മധ്യസ്ഥയായ കന്യകാമാതാവിൽ അഭയം തേടുക പതിവാണ്. അതനുസരിച്ച് എൻ്റെയും വന്യ സഹോദരരെ, നിങ്ങളുടെയും എല്ലാ ക്രൈസ്തവ വിശ്വാസികളുടെയും ശ്രദ്ധ അവളിലേക്ക് തിരിയുക യുക്തമാണ്. പരിശുദ്ധ പൗൾ ആറാമൻ മാർപ്പാപ്പ 1966 സെപ്റ്റംബർ 15 കൊടുത്ത സന്ദേശത്തിൽ നിന്ന്.